നമ്മൾ കുട്ടികളുടെ ഭക്ഷണക്രമത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുലപ്പാലിനോടൊപ്പം തന്നെ കുട്ടിക്ക് സെമി സോളിഡ്സ് അർദ്ധ ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇത് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ കാണാറുണ്ടെന്ന് വെച്ചാൽ പാല് മാത്രം കുടിച്ച് ശീലിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഈ കട്ടിയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സെമി സോളിഡ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കുന്ന പോലൊരു ടെൻഡൻസി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു അബ്നോർമലല്ല, സാധാരണയായിട്ട് നമ്മൾ ചില കുട്ടികളിൽ കാണുന്നൊരു പ്രശ്നമാണിത്. നമ്മൾ സാധാരണ കൊടുത്തു തുടങ്ങുന്ന ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ റാഗി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ അരി സെമി സോളിഡായിട്ട് കുറുക്ക് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1-2 കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, കൊച്ചിൻ്റെ വായിൽ കിടക്കത്തക്ക വിധത്തിലുള്ള ചെറിയ സ്പൂൺ കൊണ്ടാണ് സാധാരണ കൊടുക്കുന്നത്. അത് കൊച്ചിൻ്റെ നാക്കിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, ചിലപ്പോൾ കൊച്ച് നാക്ക് മൂവ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാം, അത് നമ്മൾ ഛർദ്ദിലായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ സാധാരണ ഒരു സംശയമുള്ളത്, ഇത് ബ്രസ്റ്റ് ഫീഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം അത് ബ്രസ്റ്റ് ഫീഡിന് മുമ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു കോമൺ സെൻസ് അപ്രോച്ചാണ്. കൊച്ചിന് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്, വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് തയ്യാതെ കൊടുത്താലും മതി, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മുമ്പ് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിൽ 1-2 സ്പൂൺ മാത്രം കൊടുക്കുക. ഇപ്പോൾ കൊച്ചിൻ്റെ വിശപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇത് ചൂട് അധികം തണുത്തിട്ട് കൊടുക്കരുത്, ഒരു ചെറിയ ചൂട് പാകത്തിന് കൊച്ചിനെ കഴിക്കാൻ തക്ക വിധത്തിൽ വേണം അത് കൊടുക്കാനായിട്ട്. റാഗി വേണ്ടി റാഗി കൊടുക്കാം, പാലിൽ കുറുക്കിയിട്ട്, അല്ലെങ്കിൽ ഗോതമ്പ് കുറുക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോറ് തന്നെയാണെങ്കിൽ സ്പൂൺ കൊണ്ട് മാഷ് ചെയ്തിട്ട് സെമി സോളിഡായിട്ട് കൊച്ചിന് കൊടുക്കാം. അപ്പോൾ ഇതാണ് കൊടുക്കേണ്ട രീതി. സാധാരണഗതിയിൽ ഒരു പിള്ളേരുടെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി റിലേറ്റീവ്ലി കുറവായതുകൊണ്ട് കുറച്ച് ഫ്രീക്വൻ്റായിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കാണെങ്കിൽ 8-10 പ്രാവശ്യം പിള്ളേർ ഫീഡ് ചെയ്യും. ഇത് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു 4-5 പ്രാവശ്യം നമുക്ക് കൊടുത്തു തുടങ്ങാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് പപ്പായ, മാംഗോ, അങ്ങനത്തെ ചില ഫ്രൂട്ട്സ് കുട്ടിന് ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം. ഇതാണ് 9 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം. 9 മാസം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു മുതിർന്നവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കൊച്ചിന് കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, ചോറ്, പരിപ്പ്, വെജിറ്റബിൾസ്, അതിനെല്ലാം കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് ഈ എണ്ണമയുള്ളത് അല്ലെങ്കിൽ അത് ഈ ഉപ്പുള്ളത് അല്ലെങ്കിൽ എരിവുള്ളത് സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഈ ടൈപ്പ് ഫുഡ് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഇത് പിള്ളേർക്ക് വോമിറ്റിംഗ് എല്ലാം ടെൻഡൻസി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 1-2 കാര്യം ഇത് ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഒരു കുട്ടി ശരിക്കുള്ളൊരു ഭക്ഷണ രീതി ശീലിക്കുന്ന പ്രായമെന്ന് പറയുന്നത് 9 മാസം മുതൽ 1 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊച്ചിനെ നമ്മൾ ശീലിപ്പിക്കണം. അപ്പോൾ 9 മാസം മുതൽ 1 വയസ്സ് വരെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊച്ചിന് കൊടുക്കാം. കഴിയുന്നതും ശ്രദ്ധിക്കാനുള്ളത്, ഈ ജങ്ക് ഫുഡുകളൊക്കെ, ഈ ചിപ്സ്, മിക്സ്ചർ, ലേസ്, അങ്ങനത്തെ ആ ടൈപ്പ് ഫുഡുകൾ കഴിയുന്നതും കൊച്ചിനെ ഒഴിവാക്കുക. അതുപോലെ കോള, ഈ ടൈപ്പ് ഫുഡ് കഴിയുന്നത് ഒഴിവാക്കുക. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, ചോറ്, പരിപ്പ്, വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, അച്ചിങ്ങ, ചീര, പയർ, പഴം, ആപ്പിള്, അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും കൊടുത്ത് ശീലിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ പല സമയത്തും കാണാറുള്ളത്, ചിലപ്പോൾ ഒരു 5 വയസ്സായ കൊച്ചിനെ കൊണ്ടുവരും. മിക്കവാറും കംപ്ലയിൻസ്, കൊച്ച് പഴം കഴിക്കില്ല അല്ലെങ്കിൽ മാംഗോ കഴിക്കില്ല. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു അച്ഛനമ്മമാരുടെ കടമയാണ് കൊച്ചിനെ 1 വയസ്സിന് മുമ്പ് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ശീലിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ 9 months to 1 year വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈം പീരീഡാണ്. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊച്ചിനെ നമ്മൾ ശീലിപ്പിക്കണം. സബ്സിക്വൻ്റ്ലി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ടൈപ്പ് ഭക്ഷണം കഴിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പിള്ളേർക്ക് 1 വയസ്സ് ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള മലം പോവുക. അപ്പോൾ മലം ഉറച്ചു പോകുമ്പോൾ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് കൊച്ചിന് വേദന വരാം. ഒരിക്കൽ കൊച്ചിന് വേദന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ മോഷൻ പാടി ഇരിക്കില്ല. ഒരു മോഷൻ ആ സമയത്ത് മോഷൻ പോകുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ കണ്ടൻറ്റ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ പാല് കൊടുക്കാതിരിക്കുക. പശുവും പാല്, ബ്രസ്റ്റ് മിൽക്ക് അത്ര
മാസം അല്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പശുവും പാല് അങ്ങനെയെങ്കിൽ ടിൻഡ് ഫോർമുല മിൽക്ക്, ബേസിക്കലി പാലിൽ 85% വെള്ളമാണ്. നമ്മൾ അൺഡൈല്യൂട്ടഡ് പശുവും പാലാണെങ്കിലും 85% വെള്ളമായിരിക്കും. അപ്പോൾ പാല് കൂടുതൽ കുടിക്കുന്ന കുട്ടികൾക്ക് മലമുറയ്ക്കാൻ, മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് പാല് വേറെ പശുവും പാലോ അല്ലെങ്കിൽ വേറെ ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 400-500 ml കൂടുതലൊരു ദിവസം കൊടുക്കേണ്ട ആവശ്യമില്ല. പാല് ബ്രസ്റ്റ് മിൽക്കാണെങ്കിൽ കൊടുക്കാം, പക്ഷേ മറ്റേ പാലാണെങ്കിൽ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഭക്ഷണ രീതി ശീലിപ്പിക്കണം. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് നമ്മൾ പിള്ളേരെ ശീലിപ്പിക്കണം. ഫൈബർ കുറയുന്നതുകൊണ്ടാണ് സാധാരണ കോൺസ്റ്റിപ്പേഷൻ വരാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈബറുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, അച്ചിങ്ങ, പഴം, ആപ്പിൾ, പൈനാപ്പിൾ, മാംഗോ, അപ്പോൾ ഈ ടൈപ്പ് ഫുഡ് കൊച്ചിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഭക്ഷണ രീതി പിള്ളേർക്ക് ഉപദേശിക്കാറുള്ളത്.